ഞാൻ എന്താ പറയാ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇതുപോലത്തെ പടങ്ങളൊക്കെ തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. കരഞ്ഞു, എനിക്ക് അതും കരഞ്ഞു. പിന്നെ ആ ആളെ നേരിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ, ഞാൻ ആക്ച്വലി ആകെ ലാലേട്ടനെ കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. അടിപൊളിയായിരുന്നു. എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ നമ്മളൊക്കെ ഇപ്പോഴും കാണണം ആഗ്രഹിക്കുന്ന സിനിമയൊക്കെ ഇപ്പം ഇങ്ങനെ റിലീസ് ചെയ്യും, തൊട്ടടുത്ത് കാണുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഞാൻ 2K കിഡാണ്. അപ്പോൾ വൺ ഓഫ് ദ വെരി ഫ്യൂ ഫിലിംസ് ദാറ്റ് ഈസ് ഓൾ ടൈം സെൻസേഷണൽ ആയിരിക്കും. അടിപൊളിയാണ്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി കൂടി കൂട്ടിയപ്പോൾ അടിപൊളിയായി. ഇത്രേ ഉള്ളൂ. അവസാന നിമിഷമൊക്കെ നമുക്ക് ഭയങ്കര ഇമോഷണലൊക്കെ ആവുന്നുണ്ട്. അവസാന നിമിഷം ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ പുറകിൽ ലാലേട്ടൻ്റെ ഇരിപ്പുണ്ട്. നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്രയും ആർട്ടിസ്റ്റിനൊപ്പം ഇരുന്ന് കാണാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവം അല്ലല്ലോ. അവസാന നിമിഷമൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ടിവിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടവർക്ക് ഇമോഷണലി ഭയങ്കര പാഠപുസ്തകം പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പഴയൊരു പ്രിന്റിന് ഇപ്പോൾ ഫോട്ടോയിലേക്ക് അതൊക്കെ അത് മാക്സിമം നന്നായി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അന്നിരുന്ന അതേ എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്നും ഇരുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഞാൻ അവനെ ശ്രദ്ധിക്കുമായിരുന്നു. അവന് അതേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതാണ് സിനിമ എന്ന് പറയുന്നത്. അതൊരു മാജിക്കാണ്. അതിൻ്റെ അത് കണ്ടിങ്ങനെ ഒരു ഫീൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാ മലയാളികൾക്കും ഇത് തന്നെയായിരിക്കും ഫീല്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ സേതുമാധവൻ നിൽക്കുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ പുറകിൽ ലാലേട്ടൻ നിൽക്കുകയാണ്. അതാണ് ഒരു വലിയ ഭാഗ്യം ഇന്ന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് കാണാൻ പറ്റി. അതുപോലെ തന്നെ സിൽ സാറിനൊപ്പം ഇരുന്നൊക്കെ കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. 10-ാം തീയതി റിലീസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് വീണ്ടും കാണുക. പ്രത്യേകിച്ച് പുതിയ തലമുറ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോനെയൊക്കെ ഇന്നുകൊണ്ട് കാണിച്ചത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഓക്കെ.